ഡീസൽ മറന്നേക്കൂ, ബജാജ് ഗോഗോയെക്കുറിച്ച് ചിന്തിക്കൂ, ലക്ഷങ്ങൾ സമ്പാദിക്കൂ. ഈ വാഹനത്തിൻ്റെ ടാഗ് ലൈനാണ്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റേഞ്ച് ആയിട്ടുള്ള EV ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണിത്. ഇത് ബജാജിൻ്റെ തന്നെ ബജാജ് ഗോഗോ P7012 എന്ന് പറയുന്ന മോഡലാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നിലവിൽ ഉള്ള ഒരു സിനാരിയോ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിടുന്ന സിനാരിയോ, അതായത് ദിവസം എത്ര രൂപയുടെ ഫ്യൂവൽ അവരടിക്കുന്നു, അവർക്ക് എന്തുമാത്രം കിലോമീറ്റർ ഓടാനായിട്ട് സാധിക്കുന്നു, അവർക്ക് റിട്ടേൺസ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ചേട്ടൻ ഉപയോഗിക്കുന്ന ഓട്ടോ ഇതാണല്ലേ? അതെ. ഓക്കെ, ഇത് പെട്രോൾ ആണോ? ഇത് ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ഒരു ദിവസം എത്ര രൂപയുടെ ഡീസൽ അടിക്കും? അത് ഓട്ടോ അനുസരിച്ച്. എന്നാലും ശരാശരി നമുക്ക് ശരാശരി നോക്കണമെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് ഓടണമെങ്കിൽ ഒരു 300 അല്ല ഡീസൽ. ഒരു ദിവസം എത്ര രൂപയുടെ ഡീസലാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഒരു 270-280 രൂപയ്ക്ക് അടിക്കും. ശരാശരി 280 രൂപ അടിക്കും. ഡീസലോട്ടാണ്. ഓക്കെ, ഇതിന് ഒരു ദിവസം എത്ര രൂപയുടെ ഇന്ധനം അടിക്കും? ഒരു 270 അടിക്കും. ഡീസലോട്ടാണ് ഡീസലാണ്. ഒരു ദിവസം എത്ര രൂപയുടെ ഇന്ധനം ഉപയോഗിക്കും? നമുക്ക് ഒരു 400 രൂപയ്ക്കകത്ത് അടിക്കും. ഒരു ദിവസം എത്ര രൂപയുടെ ഇന്ധനം അടിക്കേണ്ടി വരുന്നുണ്ട് ശരാശരി പറഞ്ഞാൽ? ബജാജിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് 220 രൂപ ഡീസൽ അടിച്ചു. 220. അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ പറഞ്ഞു കേട്ടില്ലേ, ഒരു ദിവസം അവർക്ക് 3 മുതൽ 4 ലിറ്റർ ഡീസലാണ് വേണ്ടി വരുന്നത്. ഒരു മൈലേജിൻ്റെ കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 120 കിലോമീറ്റർ ഓടാനായിട്ട് ഒരു 4 ലിറ്റർ ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഡീസലിൻ്റെ ഒരു വില വെച്ച് നോക്കുകയാണെങ്കിൽ 96 രൂപയോളമാണ്. അപ്പോൾ ഏകദേശം നമുക്ക് 4 ലിറ്ററിന് 384 രൂപയാണ് ഡീസൽ ഓട്ടോയ്ക്ക് ചിലവാകുന്നത്. നമ്മുടെ ഈ ബജാജ് ഗോഗയ്ക്ക് 120 കിലോമീറ്റർ പോകേണ്ട എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് അറിയാമോ? ഈ ഒരു വാഹനം 120 കിലോമീറ്റർ ഓടണമെന്നുണ്ടെങ്കിൽ 8 യൂണിറ്റ് ഓഫ് കറണ്ടാണ് വേണ്ടത്. നമ്മുടെ ഒരു കറണ്ട് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 രൂപയൊക്കെയാണ് കൊമേഴ്ഷ്യലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 120 കിലോമീറ്റർ ഓടാനായിട്ട് ആകുന്ന ചിലവെന്ന് പറഞ്ഞാൽ വെറും 64 രൂപ മാത്രമാണ്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ബജാജ് ഗോഗോയ്ക്ക് ദിവസം 320 രൂപ സേവിങ്സ് കിട്ടും. ഇനി നമുക്ക് മെയിൻ്റനൻസിൻ്റെ കാര്യം നോക്കാം. ഇപ്പോൾ ഡീസൽ ഓട്ടോയിലേക്ക് വരുവാണെങ്കിൽ ഒരു ദിവസം 30 രൂപ വേണം അതിൻ്റെ മെയിൻ്റനൻസിന്. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയർലി 0 മെയിൻ്റനൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൊത്തം സേവിങ്സിൽ ഒരു 30 രൂപയുടെ കൂടി 350 രൂപയുടെ സേവിങ്സ് ആണ് ഒരു ദിവസം കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോയുടെ ഒരു മാസത്തെ സേവിങ്സ് തന്നെ 9000 രൂപ. ഇനി ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1,08,000 രൂപ. 5 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 5,40,000 രൂപ. അപ്പോൾ കണക്കുകൾ പറയുന്നത് ഒരു ഡീസൽ ഓട്ടോയേക്കാളും എന്തുകൊണ്ടും ലാഭകരം ഇലക്ട്രിക് ഓട്ടോയാണെന്നുള്ളതാണ്. ബജാജ് ഗോഗോ ഇലക്ട്രിക്കിൻ്റെ വില 4,14,000 രൂപയാണ്. അതായത് 4 വർഷം കൊണ്ട് തന്നെ നമുക്ക് മുതലാകുമെന്നുള്ളതാണ്. എടുക്കുമ്പോൾ നല്ലൊരു ഇലക്ട്രിക് ഓട്ടോ തന്നെ എടുക്കണം. അപ്പോൾ ഈ ബജാജിൻ്റെ ഗോഗോ P7012 എന്ന് പറയുന്ന ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ ഒരു റേഞ്ച് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് ഏകദേശം 259 കിലോമീറ്റർ ആണ് വരുന്നത്. നമുക്ക് 200+ എന്താണെങ്കിലും ഈ വാഹനത്തിന് റിയൽ ലൈഫ് റേഞ്ച് കിട്ടും. ഇതിൻ്റെ ബാറ്ററിയുടെ പ്രത്യേകത നോക്കാം. നമുക്ക് ഏറ്റവും പുതിയ കെമിസ്ട്രിയാണ് വന്നിരിക്കുന്നത്. LFP ആണ് ബാറ്ററീസ് വന്നിരിക്കുന്നത്. 12.1 kW ആണ്. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാണ്ട് പറ്റും. 80% ചാർജ് നമുക്ക് 4 hours കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഓൺ ബോർഡ് ചാർജറാണ് വരുന്നത്. അതായത് നമുക്ക് സാധാരണ മിക്ക ഓട്ടോസിൻ്റെയും ചാർജർ യൂണിറ്റ് സെപ്പറേറ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ശരിക്കും പറയാം ഇതിന് കേബിൾ കുത്തിയാൽ മാത്രം മതി. ആ കേബിൾ മാത്രം ക്യാരി ചെയ്യുന്നത്, കാരണം ചാർജർ ഓൺ ബോർഡായിട്ടാണ് വരുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇലക്ട്രിക് വാഹനങ്ങളാകുന്നതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററിയെക്കുറിച്ചും അതിൻ്റെ വാറണ്ടിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. പേടിക്കുകയേ വേണ്ട. 5 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 1.2 lakh കിലോമീറ്ററാണ് ബജാജ് ഈ വാഹനത്തിന് കൊടുക്കുന്ന വാറണ്ടി. ഒരു പാസഞ്ചർ ഓട്ടോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് പാസഞ്ചർ ക്യാബിനാണ്. 3 പേർക്ക് വിശാലമായിട്ടിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ലെഗ് സ്പേസ് നോക്കുവാണെങ്കിൽ ആമ്പിൾ ആയിട്ടുള്ള ലെഗ് സ്പേസ് ഉണ്ട്. ധാരാളം ലഗേജസ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാം. അതുകൂടാതെ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ലഗേജ് സൂക്ഷിക്കാനുള്ള ഇഷ്ടം പോലെ ഇടമുണ്ട്. ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡ്രൈവ് മോഡുകളുണ്ട്. പ്രത്യേകിച്ച് എക്കണോമിക്കലായിട്ട് ഓടിക്കാണ്ട് എക്കോ, അതുപോലെ തന്നെ കുറച്ച് പവർഫുൾ ഓടിക്കാനായിട്ട് പവർ, കയറ്റങ്ങൾ കയറാനാണ് ക്ലൈംബ്, അതുകൂടാതെ തന്നെ പാർക്കിങ്ങിന് അസിസ്റ്റും ഉണ്ട്. ഒരു വലിയ കുത്ത് കയറ്റം കയറുന്ന സമയത്തേക്ക് വാഹനം നിന്ന് പോകുകയും പുറകോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബജാജ് ഗോഗോയുടെ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റും അതുപോലെ തന്നെ റോൾ ഓവർ പ്രൊട്ടക്ഷൻ സിസ്റ്റവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിക്കൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഈ ഒരു വാഹനത്തിലേക്ക് വന്നിരിക്കുന്ന ഓൾ LED ആയിട്ട് വരുന്ന ഹെഡ് ലാമ്പുകളും ടെയിൽ ലാമ്പുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡിജിറ്റലായിട്ട് വരുന്ന ക്ലസ്റ്ററും ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ EV ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 വീലർ 3 വീലർ 4 വീലർ സെഗ്മെൻറ്റുകൾ എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോകളുടെ കേസുകളാണെങ്കിൽ അങ്ങനെയാണ്. ഇപ്പം ധാരാളം പേര് ഇലക്ട്രിക് ഓട്ടോ എടുക്കുന്നുണ്ട്. ഇനിയും ഇതുവരെ മാറിയിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും സമയം കളയേണ്ട. ഇലക്ട്രിക് ഓട്ടോ മാക്സിമം വേഗത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നതും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പറയുന്നതും ഇലക്ട്രിക് ഓട്ടോ ലാഭകരമാണെന്ന് തന്നെയാണ്. അപ്പോൾ മറക്കണ്ട, ബജാജിൻ്റെ ഗോഗോ തന്നെ വാങ്ങിക്കൂ, ലക്ഷങ്ങൾ സമ്പാദിക്കും.